എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്യാപ്സിക്കം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കുകയും ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സബോളയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ചെറിയൊരു ഗോൾഡൻ നിറം വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോള കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ നിറത്തിലായിട്ട് വരും. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 3 ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സബോള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 5-6 കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ക്യാപ്സിക്കം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരപ്പ് മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സബോളയുടെ ഒരു മിക്സിയിൽ കിടന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കറി ചെറിയൊരു പുളിപ്പൊക്കെ ചേർന്നിട്ടുള്ളതാണ്. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറേശ്ശെയായിട്ട് 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ കിട്ടുന്ന വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ സബോള വഴറ്റുന്ന സമയത്താണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ചാറൊന്ന് കുറുകി വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. അവസാനം അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്